മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കപ്പാസിറ്ററുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. റേഡിയോ സർക്യൂട്ട് ബോർഡുകളിൽ പ്രധാനമായിട്ടും കാണുന്ന കപ്പാസിറ്ററുകളാണ് സെറാമിക് കപ്പാസിറ്ററുകൾ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പല ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നും ഈ സെറാമിക് കപ്പാസിറ്ററുകൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കിയെടുക്കാമെന്നും അതെങ്ങനെ ഒരു റേഡിയോ സർക്യൂട്ട് ബോർഡിൽ ഉപയോഗിക്കാമെന്നും എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു റേഡിയോ സർക്യൂട്ട് ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ഒരു ഓറഞ്ച് കളറിലുള്ള കപ്പാസിറ്ററുകൾ. ഇതിനെയാണ് സെറാമിക് കപ്പാസിറ്ററുകൾ എന്ന് വിളിക്കുന്നത്. എൻ്റെ അടുത്തും കുറച്ച് സെറാമിക് കപ്പാസിറ്ററുകളുടെ കളക്ഷനുണ്ട്. പക്ഷേ ഇതൊക്കെ പഴയ സ്റ്റോക്കുകളാണ്. ഈ കപ്പാസിറ്റർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇത്തിരി വണ്ണമുള്ള കോപ്പർ വയറാണ്. ഇലക്ട്രിക് മോട്ടോർ റീവൈൻഡ് ചെയ്യുന്ന കടകളിൽ നിങ്ങൾക്ക് ഈ ചെമ്പ് കമ്പി ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും കുറച്ച് നീളത്തിൽ ചെമ്പ് കമ്പി കട്ട് ചെയ്തെടുക്കുക. മുറിച്ചെടുത്ത ചെമ്പ് കമ്പിയെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ഈ രണ്ട് ചെമ്പ് കമ്പികളെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് പിരിച്ചെടുക്കുക. ചെമ്പ് കമ്പി പിരിച്ചെടുത്തതിന് ശേഷം ഒരു നൈഫ് ഉപയോഗിച്ചോ കത്രിക ഉപയോഗിച്ചോ കൊണ്ടോ ഇതിൻ്റെ അറ്റത്തു നിന്നുള്ള ഇൻസുലേഷൻ ചുരണ്ടിക്കളയുക. അടുത്തതായിട്ട് ഒരു മെറ്റൽ റോഡിലേക്ക് ഈ പിരിച്ചെടുത്ത ചെമ്പ് കമ്പിയെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുറ്റിയെടുക്കുക. ചെമ്പ് കമ്പി കൊണ്ടുള്ള കപ്പാസിറ്ററിൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കപ്പാസിറ്ററിൽ എത്ര കപ്പാസിറ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കപ്പാസിറ്റൻസ് മീറ്ററാണ്. ആർഡിനോ യൂണോ കൊണ്ടാണ് ഈ കപ്പാസിറ്റൻസ് മീറ്റർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ കപ്പാസിറ്റൻസ് മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്പ് കമ്പി കപ്പാസിറ്റർ ഈ കപ്പാസിറ്റൻസ് മീറ്ററിലേക്ക് കൊടുത്തു നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കപ്പാസിറ്റൻസ് മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ 34 PF എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കാവശ്യമായിട്ടുള്ള കപ്പാസിറ്റൻസ് വാല്യൂ ഈ കോപ്പർ വയർ കപ്പാസിറ്ററിലേക്ക് കൊണ്ടുവരാൻ എന്ത് മാറ്റം വരുത്തണം എന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു റേഡിയോ സർക്യൂട്ട് ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ റേഡിയോ ബോർഡിൻ്റെ ഓസിലേറ്റർ കോയിലിന് പാരലൽ ആയിട്ട് ഒരു 22 PFൻ്റെ സെറാമിക് കപ്പാസിറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. FM റേഞ്ചിൽ ഈ റേഡിയോ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കപ്പാസിറ്റർ കൂടിയേ തീരൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഈ ചെമ്പ് കമ്പി കപ്പാസിറ്റർ 22 PFയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ കുറയ്ക്കുന്നതിനായിട്ട് ഒരു വയർ സ്ട്രിപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ടോപ്പിലെ എൻഡിൽ നിന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഈ കപ്പാസിറ്റൻസ് മീറ്ററിലേക്ക് ഈ കപ്പാസിറ്റർ ഇറക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ പരിശോധിക്കുക. 34 PFയിൽ നിന്നും 30 PFയിലേക്ക് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് വേണ്ട വാല്യൂ 22 PF ആണ്. ആ വാല്യൂ ആവുന്നതുവരെ ഈ പ്രൊസീജിയർ തുടരുക. ഫ്രണ്ട്സ്, ഇപ്പോൾ കാണിക്കുന്നത് 19 PF ആണ്. 22നോട് ഏറ്റവും ചേർന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വാല്യൂവിൽ നിന്നും കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെ ടോളറൻസ് വാല്യൂ എന്നാണ് പറയുന്നത്.
എല്ലാ കപ്പാസിറ്ററുകളിലും റെസിസ്റ്ററുകളിലും ഈ ടോളറൻസ് വാല്യൂ ഉണ്ട്. സെറാമിക് കപ്പാസിറ്റർ വെച്ചുകൊണ്ട് തന്നെ ഈ റേഡിയോ ആദ്യം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. നന്നായിട്ട് തന്നെ ഈ FM റേഡിയോ ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ FM റേഡിയോയിലെ സെറാമിക് കപ്പാസിറ്റർ മാറ്റിക്കൊണ്ട് പകരം നമ്മളുണ്ടാക്കിയ കോപ്പർ വയർ കപ്പാസിറ്റർ വെച്ച് നോക്കാം. ഫ്രണ്ട്സ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ FM റേഡിയോ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മളുണ്ടാക്കിയ കോപ്പർ വയർ കപ്പാസിറ്റർ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നതാണ്. കോപ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.